ദാ കണ്ടോ അവൻ കയറി വരുന്നുണ്ടോ? എന്താ അവൻ്റെ ഒരു പത്രാസ്! അവൻ്റെ മുണ്ട് കണ്ടാൽ, അവൻ്റെ ഷർട്ട് കണ്ടാൽ, അവൻ്റെ തലയിലെ ഈമാൻകൊട്ട കണ്ടോ? ഓ, അത് കണ്ടാൽ ഈ പ്രദേശത്തില്ല അവനെ പോലെ ഈമാനുള്ള ഒരാൾ. അവൻ്റെ കാല് കഴുകലും അവൻ്റെ കൈ കഴുകലും ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇവിടെ. 11 മാസം ഞങ്ങളായിരുന്നു ഒന്നാം സഫിലുണ്ടായിരുന്നത്. വാങ്ക് കേൾക്കുമ്പോൾ ഓടി വരാൻ ഞങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവരൊന്നും തിരിയിട്ട് തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ നോമ്പായപ്പോൾ കയറി വന്നേക്കാണ്. ഞങ്ങൾ തന്നെയാണ് പള്ളിയുടെ എല്ലാം എന്ന് പറഞ്ഞിട്ട്. എന്താ അവരൊക്കെ ഒരു പത്രാസ്! ഇപ്പം ഞങ്ങൾക്കൊന്നും ഇവിടെ വിലല്ലാണ്ടായി. കുറേ നോമ്പിലുള്ള നിസ്കാരക്കാർ, കുറേ റമദാൻ നിസ്കാരക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് പരിഹസിക്കുന്ന, അല്ലെങ്കിൽ പള്ളിയിലേക്ക് റമദാനിൽ കടന്നു വരുന്ന ആളുകളെ മനസ്സ് മടുപ്പിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും നമ്മുടെ സമുദായത്തിലുണ്ടാവും അല്ലേ? എന്തൊരു മോശമാണ് കൂട്ടരെ ഇത്. വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ അത് എന്തിനുള്ളതാ? മനുഷ്യന്മാരെ ആത്മീയമായിട്ട് സംസ്കരിക്കാനല്ലേ? അപ്പോൾ റമദാൻ വരെ പള്ളിയിൽ വരാത്ത ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അവനെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാനുള്ള മനസ്സല്ലേ നമുക്ക് വേണ്ടത്? ഒരാൾ തീരെ നിസ്കരിക്കാത്ത ഒരാളാണ്, റമദാനിൽ പള്ളിയിലേക്ക് വരുമ്പോൾ അവനെ സ്വീകരിച്ചുകൊണ്ട് അവനെ നിസ്കരിപ്പിക്കുന്ന ആളാക്കി ശീലിപ്പിച്ചെടുക്കുകയല്ലേ വേണ്ടത്? ഒരു വക്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? അത് ഗുണമല്ലേ? ഓർക്കുക, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ കുത്തുവാക്കുകൊണ്ട് ഒരാളുടെ ഒരു വക്ത് നിസ്കാരമെങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവൻ്റെ മനസ്സ് മടുത്തിട്ട് അവൻ ഉപേക്ഷിച്ചാൽ കുറ്റക്കാർ നമ്മളായിരിക്കും. മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. പള്ളിയിലേക്ക് വരുന്നവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊപ്പിയെ പരിഹസിക്കാതെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന് ഈമാനികമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ വാക്കുകൊണ്ട് നേടിക്കൊടുക്കുകയാണ് വേണ്ടത്.